ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതം നിരോധം എന്നുള്ള ലക്ഷണത്തിലൂടെ ദശമസ്കന്ധമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇനി നമുക്ക് അമ്പാടിയിലേക്കൊന്ന് ഓടിപ്പോകാം. അതെ, എല്ലാവരും ആഗ്രഹിക്കുന്ന അൻപ് ആടുന്നതായിട്ടുള്ള സ്ഥലം അമ്പാടി. ദയാ, കരുണ തുടങ്ങിയതായിട്ടുള്ള നമുക്കൊരു ബലം എന്നും ഒരു ആശ്രയമായിട്ടുള്ള ഉണ്ണിക്കണ്ണന്റെ കൊട്ടാരത്തിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. ഇപ്പൊ എന്താണ് അമ്പാടിയിലെ അവസ്ഥ? പൂതന എന്ന ഒരു ലോകബാലഗ്നി രുധിരാശന, അല്ലെ? രക്തം പോലും ഭക്ഷണമാക്കിക്കൊണ്ട്, അത് ആരുടെ രക്തം? കുട്ടികളുടെ രക്തം. എത്ര കണ്ട് കഠിന ഹൃദയമാണെന്ന് ആലോചിച്ച് നോക്കൂ. നിഷ്കളങ്കമായിട്ടുള്ള കുട്ടികളെ യാതൊരുവിധ മായയും ബാധിക്കാത്തതായിട്ടുള്ള കുട്ടികളുടെ രക്തത്തെ മോഹിക്കുന്നവൾ പൂതന എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈശ്വരന്മാരാണ്. അവരിൽ മായ ബാധിച്ചിട്ടില്ല. ഒരിക്കലും മായ ബാധിക്കാത്തതായിട്ടുള്ള ആ കുട്ടികൾക്ക് എങ്ങനെയാണോ, എവിടുന്നാണോ ആ ഒരു ബീജാവാപത്തിലൂടെ ഈ ഒരു രക്തം അവർക്ക് സ്വീകരിച്ചിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശുദ്ധമായിട്ടുള്ള രക്തം എനിക്ക് വേണം. എത്ര കണ്ട് ഭക്തിപരമായിട്ടുള്ളൊരു അഭ്യർത്ഥനയാണ് അവിടെ പറയുന്നതിൽ. എന്തെങ്കിലും തെറ്റുണ്ടോ? പൂതന എന്താ മോഹിക്കുന്നത്? എനിക്കും ആ കുട്ടികളെ പോലെ ആവണം, എനിക്കും ആ പിഞ്ചു ഹൃദയങ്ങളെ പോലെ നിഷ്കാമമായിട്ട് നിഷ്കളങ്കമായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കണേ ഗുരുവായൂരപ്പ എന്നുള്ള ഒരു പ്രാർത്ഥനയാകാൻ പാടില്ല എന്നുണ്ടോ? ആ ഒരു രാക്ഷസീയമായിട്ടുള്ള ഹൃദയത്തില് ഭഗവാന്റെ കരസ്പരിശം ഏൽക്കാൻ തയ്യാറായിട്ടുള്ള ആ യോഗിനിയായിട്ടുള്ള പൂതനയ്ക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും ഭക്തന്മാരെവിടെയാണെന്നുള്ളത്? നമ്മൾ പുറമേ കാണുന്ന വേഷങ്ങളിലൂടെ ഉള്ളിലെ ആ യഥാർത്ഥമായിട്ടുള്ള മുഖത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തേ നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ? കുട്ടികളുടെ രക്തത്തെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പൂതനയെ സംബന്ധിച്ചിടത്തോളം ആ നിഷ്കളങ്കമായിട്ടുള്ള ഒരു മനസ്സിന് ഉടമയാകുവാൻ തനിക്ക് സാധിക്കണേ. ഈ തൻ്റെ ഉള്ളിൽ ഒഴുകുന്നതായിട്ടുള്ള അശുദ്ധമായിട്ടുള്ള രക്തത്തെ മാറ്റിക്കൊണ്ട് ആ പിഞ്ചു ഹൃദയങ്ങളുടെ നിഷ്കാമമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള മനസ്സിന് ഉടമയായിട്ടുള്ള ആ കുട്ടികളിലൂടെ ഒഴുകുന്നതായിട്ടുള്ള ആ രക്തം, ആ ഒരു ശുദ്ധമായിട്ടുള്ള രക്തം എനിക്ക് വേണം ഗുരുവായൂരപ്പ എന്നുള്ള ഒരു പ്രാർത്ഥനയല്ല എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും? എന്തായാലും ആ കൊച്ചുകുട്ടിയായിട്ടുള്ള ഭഗവാന്റെ അത്ഭുത ലീലയാടുന്നതായിട്ടുള്ള ഈ ഒരു ചരിത്രത്തിലൂടെ എന്താണ്? ഗോവിന്ദേ ലഭതേ രതിം. ആ ഗോവിന്ദനില് യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രേമം. ആരാണ് ഗോവിന്ദൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആരെയാണ് ഗോവിന്ദൻ ഇഷ്ടപ്പെടുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക. ആശ്രയം ഏത് രീതിയിലായിക്കോട്ടെ, അങ്ങനെയുള്ള ആ ഗോവിന്ദനിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഭക്തി, ഏകാഗ്രമായിട്ടുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പൂതനാമോക്ഷം കഥയിൽ നിന്ന് ഇങ്ങനെ ഉണ്ണി വീണ്ടും അവരുടെ ദിവസങ്ങൾ മാറി മാറി വന്നു. 3 മാസം തികഞ്ഞു. പ്രസവിച്ച് 3 മാസം കഴിയുക എന്ന് പറഞ്ഞാൽ ഏകദേശം 90 കഴിയുക എന്ന് പറയും. അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? അന്ന് വരെ ഒരു കൂടുതൽ റെസ്റ്റ് നമ്മൾ എടുക്കണം എന്ന് പറയും. പൂർണ്ണമായിട്ടുള്ള ഒരു റെസ്റ്റ് ഉണ്ടാവണം എന്ന് പറയാറുണ്ട്. അപ്പൊ ആ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ശുദ്ധമാകലാണ് യഥാർത്ഥത്തില് ഇനി ഉള്ള ആ 3 മാസത്തെ, അതായത് 3-ാം മാസത്തെ രോഹിണി എന്ന് പറയാം. വൃശ്ചിക മാസത്തിലെ രോഹിണി. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക മാസത്തിലെ രോഹിണി ദിവസം ഉണ്ണികള് കമന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ, തല ഉയർത്തി ഇങ്ങനെ നിന്നു. സ്വന്തമായിട്ട് തല ഉയർത്തി നിന്ന. മറ്റവർക്ക് അങ്ങനെയല്ല, തല ഉയർത്തി പിടിപ്പിക്കും നമ്മൾ. അങ്ങനെയല്ല, ഇതങ്ങനെയല്ല. കമന്നു കഴിഞ്ഞ് തല ഉയർത്തി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. അപ്പം ഈ രാമകൃഷ്ണന്മാർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ അവിടെ ആഘോഷങ്ങളായിട്ട് മാറുകയാണ്. അവിടെ ഈ പരീക്ഷിത്ത് രാജാവ് പൂതനാമോക്ഷം കേട്ടതോടുകൂടി വല്ലാത്ത സന്തോഷത്തോടുകൂടി പറഞ്ഞു,
ഏന ഏനാവതാരേണ ഭഗവാൻ ഹരിരീശ്വര കരോതി കർണരമ്യാണി മനോജ്ഞാനി ച ന പ്രഭോ യശൃണ്വതോപ്യതരതിർവിതൃഷ്ണ യശൃണ്വതോപ്യൈത്യരതിർവിതൃഷ്ണ സത്വം ജശുദ്ധ്യത്യചിരേണ പുംസ ഭക്തിർഹരൗതൽ പുരുഷേ ച സഖ്യം തദേവ ഹാരം വദ മന്യസേ ചേൽ. ഹേ ഗുരുനാഥ, ഈശ്വരനായിട്ടുള്ള ഭഗവാൻ അല്ലെങ്കിൽ ആ പരബ്രഹ്മ സ്വരൂപം പല രീതിയിലും ഇവിടെ അവതരിക്കുന്നു. അങ്ങനെയുള്ള അവതരിക്കുമ്പോൾ അതിലൂടെയുള്ള ഓരോരോ ലീലകള് അത് കേൾക്കുമ്പോൾ മനോജ്ഞാനി ച പ്രഭോ കർണരമ്യാണി മനോജ്ഞാനി ച പ്രഭോ, കേൾക്കാൻ നല്ല സുഖം. അത് തന്നെയല്ല, മനസ്സിന് വല്ലാത്ത ഒരു ആനന്ദം. അവിടുത്തെ ആ യശൃണ്വതോ വൈ ത്യരതിർവിതൃഷ്ണ, അവിടുത്തെ ആ കഥകൾ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ എല്ലാ തൃഷ്ണകളും, എന്നിനുള്ളിലുള്ള എല്ലാ ആശകളും, എന്തൊക്കെയോ വേണ്ടിയിട്ട് നമ്മൾ ഓടി നടക്കുന്നു ആശകൾക്ക് വേണ്ടിയിട്ട്, ആ ആശകളെയൊക്കെ നമ്മളിൽ നിന്ന് പിടിച്ചു വലിച്ച് അത് ഭഗവാനിലേക്ക് കൊണ്ടുവരുന്നു നമ്മളുടെ മനസ്സിനെ. അപ്പം നമ്മളിൽ അനാവശ്യമായിട്ടുള്ള ആശകളെ മുഴുവൻ അറുതി വരുത്തുകയും പിന്നെയോ സത്വം ജശുദ്ധ്യത്യചിരേണ പുംസ, അത് തന്നെയല്ല ഉള്ളില് ആ സത്വഗുണം അങ്ങോട്ട് നിറയ്ക്കുകയും ചെയ്യും. അന്ധക്കരണം അത് ശുദ്ധീകരിക്കുകയും. അതുപോലെ ഭക്തിർഹരോതൽ പുരുഷേച സഖ്യം, അവിടുത്തെ ആ ഭക്തന്മാരുടെ ഉള്ളില് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ദയ ഭഗവാൻകിലും അതുപോലെ തന്നെ ഭക്തന്മാരിലും ഒക്കെ കൂടുതൽ ശ്രദ്ധ തന്റെ മനസ്സിനെ കൊണ്ടുവരുന്നു അവിടെ. തദേവഹാരം വദമന്യസേ ചേൽ, അങ്ങനെയുള്ള ആ ഭഗവാന്റെ ലീലകള് അവിടുന്ന് കൂടുതലായിട്ട് പറയുവാൻ അവിടുത്തെ ദയുണ്ടാവണേ, ദയുണ്ടാവണേ. അധാന്യതപി കൃഷ്ണസ്യ തോകാചരിതം അത്ഭുതം മാനുഷം ലോകമാസാദ്യ തജ്ജാതി അനുരുന്ധത. മനുഷ്യ അവതാരം ചെയ്ത് ഭഗവാൻ ഈ ഭൂമിയിലെ മനുഷ്യരെ ഒക്കെ അനുകരിച്ചതായിട്ടുള്ള ഭഗവാൻ അല്ലെ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഏത് ഭാവത്തിലേക്ക് എത്തുവാനും അവിടെ സാധിക്കുന്നു. ഇങ്ങനെ ഒരു മനുഷ്യവേഷം ധരിക്കേണ്ട ആവശ്യമുണ്ടോ ഭഗവാന്? ഭഗവാന്റെ ജന്മം മുതൽ തന്നെ ദുഃഖമാണ് അവിടെ. ദുഃഖമല്ല, അവിടെ ക്ലേശത്തോടു കൂടിയാണ് ഭഗവാന്റെ ജന്മം. എന്തിനു വേണ്ടി ഭഗവാൻ ഈ ക്ലേശത്തോടു കൂടി വന്നു? എത്രയൊക്കെ ക്ലേശങ്ങൾ അനുഭവിച്ചാലും തന്റെ ചുണ്ടിൽ ഉണ്ടാവുന്നതായിട്ടുള്ള പുഞ്ചിരിക്ക് യാതൊരുവിധ മാറ്റവുമില്ല. ഇതായിരിക്കണം മനുഷ്യരെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് കാണിച്ചു തരുവാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ ക്ലേശങ്ങളാണോ ഏറ്റവും കൂടുതൽ, ഇതിൽ കൂടുതൽ ഒരു ദുഃഖം വേറെ ആരും അനുഭവിച്ചിട്ടില്ല. ശ്രീരാമസ്വാമി പോലും അനുഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നതായിട്ട് തത്വം അതാണ്. ലാഘവത്തോടുകൂടി ജീവിതത്തെ നമുക്ക് കാണാൻ സാധിക്കണം. എത്രയൊക്കെ ദുഃഖങ്ങൾ വന്നുപെടട്ടെ, ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അതിനെയൊക്കെ നമുക്ക് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ ആചാര്യമൊഴിയിൽ പറഞ്ഞതുപോലെ തന്നെ ആ ദുഃഖങ്ങളെ ശ്രദ്ധിക്കലല്ല എന്റെ ജോലി, പിന്നെയോ സുഖങ്ങളെയും സൽഗുണങ്ങളെയും എനിക്ക് സ്വാംശീകരിച്ചുകൊണ്ടല്ല അതിൽ ആനന്ദിക്കുന്നതിന് വേണ്ടി സന്തോഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മനുഷ്യ ജന്മം എന്നുള്ളത് കാണിച്ചു തരുവാൻ വേണ്ടിയുള്ള ആ തത്വത്തെ മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഭഗവാൻ അവിടെ അവതരിച്ചു. ഭഗവാന്റെ വേറെയും അധാന്യതപി കൃഷ്ണസ്യ തോകാചരിതമത്ഭുതം ബാലലീലകള് കേൾക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഹേ ഗുരുനാഥ, അവിടുന്ന് പറഞ്ഞു തരൂ, ആ ബാലലീലകൾ ഓരോന്നായിട്ട് അവിടുന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രീശുബ്രഹ്മർഷി പറഞ്ഞു, ഒരിക്കല് അവിടെ കഥാചിത ഔദ്ധാനിക കൗതുക പ്ലവേ ഉണ്ണിക്കണ്ണന്മാര് അവര് വളർന്നു. 3 മാസം പ്രായമായപ്പോഴേക്കും കമന്ന് കടന്ന് നീന്തി തുടങ്ങിയത് കണ്ടു. അത് കഴിഞ്ഞ് നീന്തി തുടങ്ങി തല അങ്ങോട്ട് നിർത്തി ഉയർത്തങ്ങോട്ട് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും സന്തോഷമായി അവിടെ നന്ദഗോപർക്കും യശോദയ്ക്കും. ഇന്ന് സദ്യ ആവാം. ഉണ്ണിക്ക് 3-ാം മാസത്തെ പിറന്നാളായി. രോഹിണി ദിവസമാണ്. ഈ രോഹിണി ദിവസത്തിലാണ് അവര് തലപൊക്കിയത് എന്നൊക്കെ ഒരു സന്തോഷത്തോടുകൂടി ഒരു മഹോത്സവം തന്നെ അവിടെ കൊണ്ടാടി എന്ന് പറയാണ്. അനേകം ഗോപന്മാരും അതുപോലെ തന്നെ ഗോപികമാരും ഒക്കെ അവിടെ ആ അമ്പാടിയിൽ നിറഞ്ഞു. വാദ്യം, ഗീതം, അതുപോലെ തന്നെ അവിടെ വിപ്രൈകൃതസ്വസ്ത്യയനം സുപൂജിതൈ, ബ്രാഹ്മണര് അവിടെ ആ കുട്ടികൾക്ക് മംഗല്യം ഉണ്ടാകുവാൻ വേണ്ടി മംഗല സൂക്തങ്ങളെ കൊണ്ടും ഭാഗ്യ സൂക്തങ്ങളെ കൊണ്ടും ഒക്കെ വേദപ്രഘോഷങ്ങളെയൊക്കെ ചെയ്തുകൊണ്ട് ആശീർവാദപരമായിട്ടുള്ള ഒരു അനുഗ്രഹം ആ ഉണ്ണികൾക്ക് അവിടെ കൊടുത്തു. എന്തായാലും യശോദാദേവി എന്ത് ചെയ്തു? ഇന്നത്തെ വിശേഷമായിട്ടുള്ളൊരു കുളിയുണ്ട് എന്നാ പറയാ.
അതാണ് ഔദ്ധാനികം, ഉദ്ധാനം എന്നുള്ളൊരു കർമ്മത്തെ കുറിച്ച് അവിടെ പറയും. ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പുല വിടുന്ന ദിവസം എന്നാണ്. ശരിക്കും യഥാർത്ഥത്തില് പുല വിടുക എന്ന് പറഞ്ഞാൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് ഈ പുല എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, എന്താണ്, എന്തോ ഒരു അശുദ്ധി വിഷയമാണ് എന്ന്. അശുദ്ധി വിഷയമാണെന്ന് ആണോ ശരിക്കും അതിന്റെ യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം. മരണം ഉണ്ടാകുമ്പോഴും പുല, പിന്നെയോ പ്രസവിക്കുമ്പോഴും പുല, പെറ്റ പുല എന്ന് പറയും, അല്ലെങ്കിൽ വാലായ്മ എന്ന് പറയും. യഥാർത്ഥത്തില് ആ സമയത്ത് നമ്മളുടെ മനോഭാവത്തിന്റെ മാറ്റമാണ് ശരിക്കും യഥാർത്ഥത്തിൽ. നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളാകുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പ്രവൃത്തിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ ഒരു ദുഃഖമില്ലെങ്കിൽ പുലയുണ്ടോ അവർക്ക്? ഇല്ല. ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരു എന്താണ് നിമിത്തമായ അല്ലെ ഒരു യുക്തിപരമായിട്ട് ചിന്തിച്ചാല് പുല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആ ആത്മാവിനോട് അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിനോട് കൂടുതൽ ബന്ധം പുലർത്തിക്കൊണ്ട് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ആ ദുഃഖങ്ങള് നമ്മളുടെ ഭാവത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ മറ്റു പ്രവൃത്തികളിലേക്ക് ഏർപ്പെടാതിരിക്കുന്നത്. ഇനി എന്തേ ശുദ്ധമായിട്ടുള്ള ഒരു വിഷയങ്ങളിലേക്ക് നിങ്ങൾ ബന്ധപ്പെടരുതെന്ന് പറയാൻ കാരണം, ഈ ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ ശുദ്ധമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് ബന്ധപ്പെട്ടാൽ അവിടെ അശുദ്ധി ഉണ്ടാവും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പുല എന്നുള്ളത് അനുസ്മരണത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള മനസ്സിന്റെ മാറ്റങ്ങളാണ് യഥാർത്ഥത്തില്. അതേ മാറ്റം തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. 90 ദിവസം കഴിയുമ്പോഴേക്കും ശാരീരികമായിട്ടുള്ള എല്ലാ തിരിച്ച് ഉള്ള ആ ശരീരത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് യഥാർത്ഥത്തില്. ഒരു പ്രസവിച്ചതായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു 90 ദിവസം വേണ്ട രീതിയിലുള്ള ഒരു വിശ്രമത്തിന് ശേഷം, കാരണം ഈ ഒരു 90 ദിവസം അവർക്ക് വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല, അത് ശരീരത്തെ ബാധിക്കും. അപ്പൊ അത് വേണ്ട രീതിയിലുള്ള ആ വിശ്രമമൊക്കെ കഴിഞ്ഞ് തന്റെ ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തി എന്നുള്ള ഒരു സന്തോഷം, അതാണ് ശരിക്ക് ഉദ്ധാനം എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക എന്നാണ് അർത്ഥം, അല്ലെ? ഉദ്ധാനം. അപ്പൊ അങ്ങനെ ഉള്ള ആ ഒരു എഴുന്നേറ്റ് ഉള്ള അന്നത്തെ ദിവസത്തിന് ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്നത്തെ സ്നാനമാണ്. അതിന് വേണ്ടിയിട്ട് ആ സ്ത്രീകളും അതുപോലെ തന്നെ ഗോപന്മാരും എല്ലാവർക്കും ഈ ഒരു സന്തോഷത്തില് യശോദാദേവിയുടെ ഉദ്ധാനത്തിന് വേണ്ടിയിട്ട് കുളിക്കുവാൻ വേണ്ടി എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. അതുപോലെ തന്നെ ഉണ്ണിയെ ഭംഗിയായിട്ട് കുളിപ്പിച്ചു. അങ്ങനെ കുളിപ്പിച്ച് അലങ്കരിച്ച് ആ ഉണ്ണിയെ അവിടെ കൊണ്ട് ഇരുത്തി. എന്നിട്ട് ആ ബ്രാഹ്മണര് അവിടെ വന്ന് വേദപ്രഘോഷങ്ങളെയൊക്കെ ചെയ്ത് അവിടെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ആ ബ്രാഹ്മണരെ വിളിച്ചു, അവർക്ക് വേണ്ടതായിട്ടുള്ള മൃഷ്ടാന്നമായിട്ടുള്ള ഭോജനം കൊടുത്തു. വസ്ത്രങ്ങള്, മാല, പശുക്കള് തുടങ്ങിയതായിട്ടുള്ള ധാരാളം അഭീഷ്ട വസ്തുക്കളൊക്കെ ഭഗവാൻ ആ നന്ദഗോപര് യശോദാദേവിയോടുകൂടി അത് ദാനം ചെയ്തു എന്ന് പറയാണ്. അപ്പോഴേക്കും ഉണ്ണി കുളിച്ച് അലങ്കരിച്ച് സുഖമായിട്ട് ഇരിക്കുകയാണ്. ഇനി ഉറക്കം വരുന്നുണ്ട് വല്ലാണ്ട്. എന്ത് ചെയ്തു? ആ ഉണ്ണിയെ എടുത്തു, ആ മടിയിലേക്ക് അങ്ങോട്ട് വെച്ചു. പരസ്പരം എന്നും ചെയ്യാറുള്ളത് പോലെ ആ മാർത്തോടൊന്ന് ചേർത്തു. ആ നെറ്റിയില് ഒന്ന് ചുംബിച്ച് ആ കോമളബാലനായിട്ടുള്ള താമരക്കണ്ണനായിട്ടുള്ള ഭഗവാന്റെ ആ രൂപത്തെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവിടെ ഭഗവാനെ കൊണ്ട് ഒരിടത്ത് കൊണ്ട് കിടത്തി കഴിഞ്ഞപ്പോഴൊക്കെയോ അവിടെ ആ ഓരോരോ ലീലകളില് ഓരോരോ ലീലകളിൽ ഇപ്പം ഗോപന്മാരൊക്കെ അവിടെ വന്നു. എന്താണ് ഇനി ഉള്ള ആ ഉണ്ണിയുടെ ലീലകൾ കാണുവാൻ വേണ്ടി തയ്യാറായിട്ട് വന്ന ഗോപികമാര് ഇനി തല ഉയർത്തി നിൽക്കുന്നത് കാണണം, ഉണ്ണി ഓടുന്നത് കാണണം. ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് വരുന്നതായിട്ടുള്ള ഗോപന്മാര് അവരെയൊക്കെ വേണ്ട രീതിയിൽ അത്യന്തം തൽപരരായിക്കൊണ്ട് വന്നു ചേർന്നായിട്ടുള്ള അതിഥികളെയൊക്കെ അവിടുന്ന് സ്വീകരിക്കുവാനുണ്ട്. യശോദാമ്മ അവിടുന്ന് അവിടെ ചെന്ന് അങ്ങ് മാറി കഴിഞ്ഞപ്പോഴേക്കോ ഉണ്ണി കുളിച്ചു, അല്ലെ, അലങ്കരിച്ചു ഒക്കെ ചെയ്തു. പക്ഷെ കുടി കഴിഞ്ഞിട്ടില്ല എന്നാ പറയാ. അങ്ങനെ ആയപ്പോഴത്തേക്കും എന്തായി? ഉണ്ണിക്ക് വല്ലാണ്ട് വിശന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് കരയാൻ തുടങ്ങി. ആ തിരക്കില് അതെ മുല കുടിക്കുവാൻ വേണ്ടിയിട്ട് ഉറക്കെ കരഞ്ഞതായിട്ടുള്ള ആ ഉണ്ണിയുടെ ശബ്ദം യശോദാമ്മയ്ക്ക് കേൾക്കാൻ സാധിച്ചില്ല. ഉണ്ണി അവിടുന്ന് കരഞ്ഞിട്ട് കേൾക്കുന്നില്ല അമ്മ. അത് കഴിഞ്ഞപ്പോഴോ ആ കൈകാലുകളൊക്കെ ഇട്ട് അടിക്കാൻ തുടങ്ങി. അധശയാനസ്യ ശിശോരനോൽപക പ്രവാല മൃദ്വംഘ്രിഹതം വ്യവർത്തത വിധ്വസ്തനാനാരസകുപ്യഭാജനം വ്യത്യസ്ത ചക്രാക്ഷ വിഭിന്ന കൂപരം. വീണ്ടും അടുത്ത അസുരന്റെ വരവായി അവിടെ. അപ്പം ഉണ്ണി അവിടെ ചെന്ന് ആ
കിടത്തിയ സ്ഥലത്ത് ഗോപന്മാരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവരെന്താണ് ഈ ഉണ്ണിയുടെ കളി കാണാൻ വേണ്ടി അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിയുടെ ഓരോരോ ലീലകളും ഓരോരോ അനക്കങ്ങൾ പോലും അവിടെ നിത്യോത്സവം പോലെ അനുഭവിക്കുന്നവരാണ് ഗോപന്മാര്. നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു കളിപ്പാട്ടം പോലെയുള്ള ഒരു വണ്ടി ഉരുണ്ടുരുണ്ടുരുണ്ട് വരുന്നു. ആരുമില്ല അതില്, ഡ്രൈവർ ഒന്നുമില്ല അതില്. ഗോരസങ്ങളൊക്കെ വെച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു വലിയൊരു ശകടം, ആ ശകടം ഇങ്ങനെ ഉരുണ്ടു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഗോപന്മാരൊക്കെ അവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ എന്നാ എന്താണ് ഉണ്ണി കിടക്കുന്നതിന്റെ അടുത്തേക്കാണ് ഇത് ഉരുണ്ടു വരുന്നതെന്ന് പറഞ്ഞ് അവര് മാറ്റാമെന്നൊക്കെ വിചാരിച്ചു. എന്നാലോ ചെന്നപ്പോഴേക്കോ അവരങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് ഉണ്ണിയുടെ കരച്ചിലും ആ കാലുകൊണ്ട് അങ്ങോട്ട് എന്താണ് ചവിട്ടി തുടങ്ങിയപ്പോഴത്തേക്കും ആ ഉണ്ണിയുടെ കൈയിന്റെയോ അല്ലെങ്കിൽ കാലിന്റെയോ ഒരു വിരല് ആ ശകടത്തെ ഒന്ന് സ്പരിശിച്ചോന്ന് സംശയം. എന്തായാലും ശകടം അവിടുന്ന് വ്യത്യസ്ത ചക്രാക്ഷ വിഭിന്ന കൂപരം, ആ ശകടത്തിൽ ഇനി ഒടിയാൻ ഒരു സാധനം ഇല്ല. അതുപോലെ അതിന്റെ ആ നങ്കുരം പോലെയുള്ള ആ ദണ്ട് തന്നെ ആദ്യം ഒടിഞ്ഞു. അതുപോലെ തന്നെ എല്ലാം ചിന്നിച്ചിതറി എന്താണ് അച്ചുതണ്ടും അതുപോലെ ചക്രങ്ങളും ഒക്കെ വേർവിട്ട് പൊടിഞ്ഞവിടെ വീണു ആ ഒരു ശകടം. ചാടായി വന്ന ശകടാസുരനെ, ഭഗവാൻ തന്റെ ആ ചെറുവിരല് കൊണ്ട് അനക്കിയതോടുകൂടി ആ ശകടാസുരൻ എന്ന അസുരൻ ആ വണ്ടിയിൽ ആവേശിച്ചുകൊണ്ട് വന്നതാണ് ഇവിടെ. എന്തായാലും ഇത് കണ്ടതോടുകൂടി ഗോപന്മാരൊക്കെ അത്ഭുതപ്പെട്ടു. ആ ഒരു ശബ്ദം കേട്ടോണ്ടാണ് ഗോപന്മാർ അടുത്തേക്ക് അങ്ങോട്ട് വന്നു. നോക്കിക്കഴിയുമ്പോഴത്തേക്കും ദാ ഉണ്ണി സുഖമായിട്ട് ഇവിടെ കിടക്കുന്നു, കരഞ്ഞുകൊണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് ഉണ്ണി. ഇത്രയായപ്പോഴേക്കും കരയുന്നത് കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇനി ഉണ്ണിക്ക് എന്തെങ്കിലും ആപത്തുണ്ടായോ എന്നുള്ളത് പേടിച്ചുകൊണ്ട് ആ ദൃഷ്ട്വാ യശോദാ പ്രമുഖ വ്രജസ്ത്രീയാ ധാനികേ കർമ്മണിയാ സമാഗതാഃ നന്ദാദയശ്ചാത്ഭുത ദർശനാകുലാ കഥം സ്വയം വൈശകടം വിഭജ്യകാൽ. യശോദയും നന്ദഗോപരും ആ ഔദ്ധാനികമായിട്ടുള്ള ആഘോഷത്തിന് വന്നെത്തിയതായിട്ടുള്ള സ്ത്രീകളും മറ്റ് അതിഥികളും എല്ലാവരും ഓടിയെത്തി. നോക്കിയപ്പോ അവരെല്ലാം അത്ഭുതപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അവര് പറഞ്ഞു, ഗോപന്മാര് പറഞ്ഞു, അല്ല എന്താ ഇപ്പൊ ഇവിടെ സംഭവിച്ചത്? യശോദ ചോദിച്ചു. അപ്പൊ ഗോപന്മാര് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ വന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു വണ്ടി ഇങ്ങനെ ഉരുണ്ട് വരുന്നുണ്ട്. ഉണ്ണിക്കണ്ണൻ കാലിട്ടടിക്കുന്നുണ്ട്. ആ വണ്ടി പെട്ടെന്ന് അങ്ങോട്ട് അത് മുകളിലോട്ട് പോയി പൊട്ടി പൊടിഞ്ഞു വീണു എന്ന് അവര് അവരുടേതായിട്ടുള്ള ഭാഷയില് ഊചരം അവ്യവസിതമതീൻ ഗോപാൻ ഗോപീശ്ച ബാലകാഹ രുദദാനേന പാദേന ക്ഷിപ്രമേതെന്ന സംശയ. അപ്പം ഒരു പിടിയും കിട്ടാതെ ഉഴലുന്നതായിട്ടുള്ള ഗോപികാഗോപന്മാരുടെ ഈ ഒരു കുട്ടി കരഞ്ഞ് കാലടിച്ച സമയത്ത് വണ്ടി തകർന്നതാണ് എന്ന് അവര് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഗോപന്മാർ പറഞ്ഞു. കാരണം കണ്ട സംഭവമല്ലേ അത്. അത് കേട്ടപ്പോഴേക്കോ ഗോപാ ബാലഭാഷിതമിത്യുത, ഇത് കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഈ അവരുടെ ബുദ്ധിക്കനുസരിച്ച് പറയും. ഇതൊന്നും ഇങ്ങനെ സംഭവിക്കാൻ സാധിക്കുമോ? ഒരു ഉണ്ണിയുടെ 3 മാസം പ്രായമായിട്ടുള്ള ഒരു ഉണ്ണിയുടെ ചെറുവിരലൊന്നും തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വണ്ടി അവിടെ നിന്ന് തകർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊന്നും വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള രീതിയിൽ യശോദാദേവിയൊന്നും അത് വിശ്വസിച്ചില്ല. കാരണം ആ ഉണ്ണികൃഷ്ണന്റെ അളവറ്റതായിട്ടുള്ള ആ ഒരു ബലം, ആ ഒരു ശക്തി, ആ ഒരു ഈശ്വരത്വം അത് അവർക്ക് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്തായാലും അവിടെ രുദന്തം സുതമാതായ യശോദാഗ്രഹ സംഗീത കൃതസ്വസ്ത്യനം വിപ്രൈ സൂക്രൈ സ്തനമപായൽ. എന്തായാലും യശോദാമ്മയുടെ അടുത്തേക്ക് കൊടുത്തു. എന്തെങ്കിലും ഉണ്ണി ഇനി പേടിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ? ഇതൊക്കെ അന്ന് മാറ്റുവാൻ വേണ്ടിയിട്ട് അല്ലെ. ഇപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ ഈ ശകടാസുരനെ നിഗ്രഹിച്ചത്? അവിടെ കിടന്ന് എന്തിനു വേണ്ടായിരുന്നോ കിടന്ന് കരഞ്ഞത്? അമ്മ എനിക്ക് മര്യാദയ്ക്ക് പാല് തന്നിരുന്ന കുഴപ്പമുണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അമ്മയോട് അല്ലെ ഇങ്ങനെയുള്ള പല ലീലകളും കാണിച്ച് അമ്മയിൽ നിന്നും ഭഗവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ തനിക്ക് പാലാഴിയില് കിടക്കുന്നതായിട്ടുള്ള ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അല്ലെ, പാലിനകത്ത് കിടക്കുന്ന ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പാല് കുടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുള്ള ആ പാല് കുടിക്കാൻ വേണ്ടിയിട്ടാണോ ഭഗവാൻ ഇങ്ങനെ ആ യശോദാമയെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ലീലയാടുന്നത് എന്നുള്ള അറിയില്ല. എന്തായാലും അവിടെ ദുർഗ്രഹങ്ങൾ ഒക്കെ ബാധിച്ചിരിക്കും എന്നുള്ള ഒരു ഭയം കൊണ്ട് ആ യശോദ ആ ഉണ്ണിയെ അവിടുന്ന് എടുത്തു. ബ്രാഹ്മണരെ കൊണ്ട് മന്ത്രമൊക്കെ ജപിപ്പിച്ച് അവരെ അനുഗ്രഹിപ്പിച്ചു. അവർക്ക് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളെയൊക്കെ ചെയ്ത്
ഗോപന്മാര് ആ തകർന്ന വണ്ടിയുടെ ഓരോരോ കഷ്ണങ്ങൾ യോജിപ്പിച്ചത്, അതിലെ സാമഗ്രികൾ, അതിൽ ധാരാളം ഗോരസങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്പാടിയിൽ നിന്നും വിൽക്കുന്നതായിട്ടുള്ള ഗോരസങ്ങള്, അവിടെ ഗ്രഹശാന്തിക്കും മറ്റും ഒക്കെ വേണ്ടതായിട്ടുള്ള ഗോരസങ്ങൾ കൊണ്ടുവന്നത്, അതാണ് കൊണ്ടുവന്നത്. ആ സാമഗ്രികളൊക്കെ അവിടുന്ന് എടുത്തു വെച്ചു. പിന്നീട് അവിടെ ഗ്രഹശാന്തി ഹോമം തന്നെ അവിടെ ഉണ്ടായി, അങ്ങനെ നടത്തി. പിന്നീടോ അവിടെ യേസൂയാനൃതംഭേഷ്യാഹിംസാമാനവിവർജിതാഃ തേഷാം സത്യശീലാനാം ആശിഷോ വിഫലാകൃതാഃ. പിന്നെ അവിടെ തൈര്, അക്ഷതം, പിന്നെ മന്ത്രപൂരിതമായിട്ടുള്ള വെള്ളത്തിൽ മുക്കിയതായിട്ടുള്ള കുശ, ഇങ്ങനെയൊക്കെ ഉള്ള ഓരോരോ ആരാധനകളൊക്കെ അവിടെ ചെയ്ത് പിന്നെ പറയുന്നതാണ് അസൂയ, അതുപോലെ തന്നെ എന്താ നുണ പറയുക, അഹങ്കാരം, മുൻകോപം, അതുപോലെ തന്നെ കൊല്ലുവാനുള്ള ഒരു മനോഭാവം, ദുരഭിമാനം, ഇങ്ങനെയുള്ള ദുർഗുണങ്ങളൊന്നും സ്പർശിക്കാതെ ആ സത്യശീലന്മാരായിട്ടുള്ള ഗോപന്മാര് ചെയ്യുന്നതായിട്ടുള്ള ആശീർവാദങ്ങൾ ഒരിക്കലും ആ ഉണ്ണിക്ക് വിഫലമാവുകയില്ല എന്ന് അവിടെ എടുത്തു കാണിക്കുകയാണ്. ഇതിബാലകമാദായ സാമൃജ്യോരുപാകൃതൈഹി ജലൈ പവിത്രൗഷധിഭീരഭിഷിച്യതിജോത്തമൈ. പിന്നെയോ സാമവേദങ്ങളെ കൊണ്ടും ഋഗ്വേദങ്ങളെ കൊണ്ടും യജുർവേദങ്ങളെ കൊണ്ടും ഒക്കെയുള്ള മന്ത്രങ്ങളെ കൊണ്ടൊക്കെ അവിടെ അഖമരിഷണം എന്ന് പറഞ്ഞാൽ ഋഗ്വേദത്തിലെ ഏറ്റവും വേദാവസാനത്തിലുള്ളതാണ്. എല്ലാ ദുഃഖങ്ങളെയും ദോഷങ്ങളെയും തീർക്കുന്നതായിട്ടുള്ള അഖമരിഷണം, അതുപോലെ തന്നെ അബ്ലിംഗം, ആയുസൂക്തം, ഭാഗ്യസൂക്തം തുടങ്ങിയതായിട്ടുള്ള സൂക്തങ്ങളെ കൊണ്ടൊക്കെ, മന്ത്രപൂരിതമായിട്ടുള്ള ജലങ്ങളെ കൊണ്ടൊക്കെ ആ ഉണ്ണിക്ക് അഭിഷിച്യതിജോത്തമൈഹി, ബ്രാഹ്മണര് അഭിഷേകം ചെയ്തു. പിന്നീടോ വാചയിത്വാ സ്വസ്തീനം നന്ദഗോപസമാഹിത ഹുത്വാച അഗ്നിജാതിഭ്യപ്രാദാതന്യം മഹാഗുണം. പിന്നെ അവിടെ മംഗളസ്വസ്തിയൊക്കെ ചൊല്ലി വേദങ്ങളൊക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് എല്ലാ രീതിയിലുള്ള പരിഹാര ഹോമങ്ങളും ഒക്കെ ചെയ്യിച്ച് ആ ബ്രാഹ്മണർക്കെല്ലാം വേണ്ട രീതിയിൽ പ്രാതാത് അന്നം മഹാഗുണം, എല്ലാ ഗുണങ്ങളും ഉണ്ണിക്കുണ്ടാവണേ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അന്നം, പ്രാതാത് അന്നം അവിടുന്ന് മൃഷ്ടാന്ന ഭോജനവും ഒക്കെ അവിടുന്ന് നൽകി. പിന്നെയോ ഗാവ സർവഗുണോപേദവാസസ്രഗ്രുക്മമാലിനി ആത്മജാഭ്യുദയാർത്ഥായ പ്രാതാത്ത ചാന്വയുഞ്ജത. പിന്നെ അവിടുന്ന് പറഞ്ഞു, അങ്ങനെ ഇരിക്കെ ഉണ്ണികൃഷ്ണൻ കുറച്ചുകൂടിയൊക്കെ അങ്ങോട്ട് വളർന്ന ആ അവസരത്തില് ഒരു ദിവസം അവർക്ക് ഗാവ സർവഗുണോപേത വാസസ്രു രുക്മമാലിനീഹി, വസ്ത്രം, അതുപോലെ തന്നെ പൂമാല, സ്വർണച്ചങ്ങല, ഇതൊക്കെ അണിയിച്ചതായിട്ടുള്ള ധാരാളം പശുക്കളെ നന്ദഗോപുരത പുത്രന്റെ ആ അഭ്യുദയത്തെ കാംക്ഷിച്ചുകൊണ്ട് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തതോടെ അവര് എല്ലാവരും ആ ഉണ്ണിയുടെ തലയിൽ വെച്ചുകൊണ്ട് അനുഗ്രഹിച്ചു. അവിടെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി അറിയുന്നവരും വിധിപ്രകാരം ജപിക്കുന്നവരും ആകയാൽ അവരുടെയൊക്കെ ആശീർവാദം ഒരിക്കലും ഉണ്ണിക്കൊരു ദോഷമായിട്ട് വരില്ല. അവർക്കൊക്കെ അത് നിസ്സംശയം അവിടെ പറയാമെന്ന് പറയാണ്. എന്തായാലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഏകദാരോഹമാരൂഢം ലാളയന്തി സുതം സതി ഗരിമാണം ശിരോർവോടും തസേഹേ ഗിരികൂടവൽ. അങ്ങനെ ഇരിക്കുമ്പോ കണ്ണൻ കുറച്ചുകൂടിയൊക്കെ വളർന്ന അവസരത്തില് ഒരു ദിവസം യശോദ ഉണ്ണിയെ എടുത്തു മടിയിലേക്ക് അങ്ങോട്ട് ഇരുത്തി കുളിപ്പിക്കുകയാണ്. അപ്പൊ ഏത് സമയത്തും യശോദാമ്മ ഉണ്ണിയെ മടിയിലേക്ക് അങ്ങോട്ട് ഇരുത്തി കഴിഞ്ഞാൽ കുറച്ചു നേരം ആ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ധ്യാനിക്കും. ഉണ്ണിയുടെ ആ കൃഷ്ണമണിയിലൂടെ അല്ലെ തന്നെ കാണാൻ സാധിക്കുന്നു. ഭഗവാൻ എങ്ങനെയാണ്? ഭഗവാൻ അല്ലെ ആ അമ്മയുടെ കണ്ണിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ ഉണ്ണിക്കണ്ണനെ കാണുന്നു. അങ്ങനെയൊക്കെ ഭഗവാനും അല്ലെ ആനന്ദം അനുഭവിച്ചു ആത്മാരാമത്വം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗം. എന്തായാലും അവിടെ യശോദ ഉണ്ണിയെ കുളിപ്പിക്കുമ്പോൾ ആ കുട്ടിയുടെ കുളിപ്പിച്ചൊക്കെ അലങ്കരിച്ച് ആ ഉണ്ണിയെ മടിയിൽ കിടത്തിക്കൊണ്ട് മുഖത്തേക്ക് അങ്ങ് നോക്കി ആ വാലിട്ടെഴുതി, കണ്ണൊക്കെ വാലിട്ടെഴുതി, ഗോപിക്കുറി തൊടിയിച്ചു. ആ ഒരു കവിളത്ത് അല്ലാത്ത രീതിയിൽ ഒരു മറുക് അല്ലെ, നമ്മൾ സ്ഥാനം മാറ്റിയാണ് കുട്ടികൾക്കൊക്കെ പൊട്ടു തൊടുക അല്ലെ, കണ്ണേറൊന്നും കിട്ടാതിരിക്കാൻ വേണ്ട എന്നുള്ള രീതിയിൽ പൊട്ടു തൊടുവാൻ വേണ്ടിയൊക്കെ അങ്ങനെ ആ മടിയിലേക്ക് അങ്ങ് കിടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ എന്തോ ഒരു ശക്തി കൂടി തന്റെ ആ
കാരണം ഈ ഉണ്ണിയുടെ ഭാരം അറിയാത്തതാണോ യശോദ? എന്നും എടുത്തോണ്ടിരിക്കുന്ന യശോദയല്ലേ? ആ യശോദയ്ക്ക് ഇന്ന് തന്റെ മുട്ടുകൾക്ക് വേദന തുടങ്ങി, ഇതാ മർമ്മങ്ങളൊക്കെ അങ്ങോട്ട് വല്ലാണ്ടായി തുടങ്ങി. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി? മകനെ പതുക്കെ യശോദ ആ എടുത്ത് ആ നിലത്തേക്ക് അങ്ങോട്ട് ഇരുത്തി, താഴത്തേക്ക് അങ്ങോട്ട് ഇരുത്തി. എന്നിട്ട് ഭഗവാനെ അവിടുന്ന് ധ്യാനിച്ചു. എന്താ ഇങ്ങനെ ഒരു സംഭവം വന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തായാലും ഉണ്ണിക്ക് ആ സന്യമാനമൊക്കെ ചെയ്ത് അവിടെ കിടത്തി സുഖമായിട്ട് കളിച്ചുകൊണ്ട് കിടക്കുകയാണ്. അവിടെ ഗോപന്മാരെയൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് നേരെ ഗൃഹകൃത്യങ്ങൾക്കായിട്ട് യശോദ പോയി അവിടെ. അങ്ങനെ പോയ സമയത്ത് ഭൂമോ നിധായ തം ഗോപി വിസ്മിത ഭാരപീഡിത മഹാപുരുഷമാദധ്യോ ജാത ജാത ജഗതാമാസ കർമ്മസോ. അങ്ങനെ കനം കൊണ്ട് ക്ലേശിച്ച് ആ ഉണ്ണിയെ താഴെ കിടത്തി ജോലിക്കായിട്ട് പോയി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു അസുരൻ, ദൈത്യോ നാമ തൃണാവർത്തക്കം സഹൃത്യ പ്രണോദിത ചക്രവാത സ്വരൂപേണ ജഹാരാസീനമദ്ഭകം. ആ ഗോകുലം മുഴുവൻ വലിയൊരു കൊടുങ്കാറ്റ് അങ്ങോട്ട് അടിച്ചു. കൊടുങ്കാറ്റ് അടിച്ചതോടു കൂടിയോ അവിടെതാ എല്ലാവരുടെയും കണ്ണിൽ പൊട്ടിപ്പടലങ്ങൾ വന്ന് യശോദയ്ക്ക് ഇപ്പൊ ഉണ്ണിയെ എവിടെയാ കിടത്തിയെന്ന് പോലും കാണാൻ സാധിക്കുന്നില്ല. ഗോകുലം പോലും കാറ്റുകൊണ്ട് പൊടിപടലങ്ങളെ കൊണ്ട് അന്ധകാരത്തെ അവിടെ ഉണ്ടാക്കിയതായിട്ടുള്ള ഒരു അസുരൻ, അടുത്ത അസുരൻ തൃണാവർത്തൻ തൃണം ആവർത്തയതി, അതായത് പുല്ലിനെ പോലും പറിച്ചെടുത്തുകൊണ്ട് പോകുന്നതായിട്ടുള്ള ആ ഒരു കാറ്റ് അവിടെ വന്നു. ചക്രവാത സ്വരൂപേണ ജഹാരാസീനമർദ്ധകം. ഇങ്ങനെ കംസന്റെ ഭൃത്യനായിട്ടുള്ള ആ തൃണാവർത്തൻ പൊട്ടിപ്പടലങ്ങളോട് കൂടിയിട്ട് വന്നതായിട്ടുള്ള ആ തൃണാവർത്തൻ അവിടെ ഇരിക്കുന്നതായിട്ടുള്ള ആ ഉണ്ണിയെ നേരെ ആ ഉണ്ണിയെ അവിടുന്ന് എടുത്ത് നേരെ മുകളിലോട്ടങ്ങ് പോയി. അപ്പൊ ഭഗവാൻ നോക്കിയപ്പോഴത്തെ എന്തായി? ഇത്രയും കാലം അല്ലെ ഈ തനിക്ക് മുകളിലോട്ട് പോകാനുള്ള മാർഗമൊന്നും ഇല്ല ഇവിടെ അല്ലേ? അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് നല്ല രസം. ആ തൃണാവർത്തന്റെ കൂടെ ഭഗവാൻ മുകളിലോട്ട് പോയി. അമ്പാടി മുഴുവൻ കണ്ടു. അമ്പാടി മാത്രമാണോ, ലോകത്തെ മുഴുവൻ കാണാൻ സാധിക്കുന്നു. മുകളിലോട്ട് ഉയരും തോറും അതിന്റെ കൂടെ ഈ കാറ്റിന്റെ ശക്തി കൊണ്ട് പൊട്ടിപ്പട്ടലങ്ങളൊക്കെ അങ്ങോട്ട് പൊങ്ങി ഉണ്ണിയെ എടുത്തോണ്ട് പോകുന്നൊന്നും ആരും അറിയുന്നത് തന്നെ ഇല്ല അവിടെ. ഗോകുലം എല്ലായിടവും ഈ പൊടിപടലങ്ങളെ കൊണ്ട് അങ്ങോട്ട് മൂടി, ആർക്കും കണ്ണു തുറക്കാൻ വയ്യാത്ത വിധത്തില് അതിഭയങ്കരമായിരുന്നു ആ ഒരു സന്ദർഭം എന്ന് പറയാണ്. അങ്ങനെ ചുഴലിക്കാറ്റിന്റെ ആ ഒരു മുഴക്കം എല്ലാ ഭാഗത്തും മുഴങ്ങി ഭീകരന്മാരെയൊക്കെ ഭീകരത അവിടെ ഉണ്ടായി. ഗോകുലം പൊടിപടലത്തിലായി, എങ്ങും കൂരിട്ട്. ശോധ എന്തായി? ശോധ വന്ന് ഉണ്ണിയെ തപ്പുകയാണ് അവിടെ. ഈ കാറ്റത്തെ ഉണ്ണിക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റിയാലോ എന്ന് വിചാരിച്ച് തപ്പി തപ്പി വന്ന് ഉണ്ണിയെ ഇരുത്തിയ സ്ഥലത്തെത്തി. അവിടെ എത്തി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ അവിടെ എങ്ങും കാണുന്നില്ല. അവിടെ ചുഴലിക്കാറ്റിന്റെ ആ ശക്തി കൊണ്ട് പൊട്ടിപ്പട്ടലം മാത്രം അല്ല, അവിടെ ചരൽക്കല്ലുകൾ പോലും അവിടെ നിന്ന് ഗോകുലം സർവമാവൃണ്വന്മുഷ്ണം ചക്ഷും ശിരേണുഭി ഈരയൻ സുമഹാഘോര ശബ്ദേന പ്രതിശോദിശ. ചരൽക്കല്ലുകൾ പോലും, ആ ഗോകുലത്തെ മുറ്റത്തിലുള്ള ചരൽക്കല്ലുകൾ പോലും ഉയർന്ന് അവിടെ ആ കൊട്ടാരത്തിലേക്ക് വന്ന് എത്തുന്നതായിട്ടുള്ള ഒരു രംഗം. അതുകൊണ്ട് ഉണ്ണിയെ അവിടുത്തെ കാണുന്ന ആ പശ്യ കശ്ചന ആത്മാനം പരം ച അഭിവിമോഹിത തൃണാവർത്ത നിസൃഷ്ടാഭി ശർക്കരാഭിരുപദ്രുത. അങ്ങനെ ആ ചരൽക്കല്ലുകൾ പോലും ഉയർന്ന് അവിടെ കൂടിയവരുടെ ദേഹത്തിലേക്കൊക്കെ ഈ പൊങ്ങി കല്ലൊക്കെ മുകളിലോട്ട് പൊങ്ങിയിട്ട് എല്ലാവരുടെ മേത്തേക്ക് വന്ന് വീഴുക. അങ്ങനെ കൂടിയവരുടെ ദേഹത്തേക്കൊക്കെ ക്ഷതമേൽപ്പിച്ചു. അവിടെ ആ ഒരു ബഹളത്തില് അന്യരെയോ അല്ലെങ്കിൽ അവനെ തന്നെയോ കാണാനാകാത്ത ഒരു അവസ്ഥ അവിടെ സംജാതമാക്കി എന്ന് പറയാണ്. എന്തായാലും ഇതിഖരഭവന ചക്രപാം സുവർഷേ സുതപദവീമബലാവിലക്ഷ്യമാത അതികരുണ മനുസ്മരന്ത്യശോചൽ ഭൂപതിതാമൃതവത്സകായഥാഗൗ. ആ ചുഴലിക്കാറ്റിന്റെ രൂക്ഷമായിട്ടുള്ള ശക്തി കൊണ്ട് പൊട്ടിപ്പട്ടലങ്ങളൊക്കെ എല്ലായിടങ്ങളിലും വ്യാപിച്ച് യശോദയ്ക്ക് ഉണ്ണിയെ എവിടെയാണെന്ന് പോലും അറിയാൻ സാധിക്കാത്ത രീതിയിൽ ഇനി എന്താണ് ആ കുട്ടി എങ്ങനെയാണോ ഒരു പശുക്കള് പുല്ല് തിന്നുവാൻ വേണ്ടിയിട്ട് കരയുന്നത് അതുപോലെ അവിടുന്ന് ഉറക്ക നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. വല്ലാത്ത പരിഭ്രാന്തരായിട്ട് കൊണ്ട് ആ ചക്രവാത സ്വരൂപത്തിലൂടെ വന്നതായിട്ടുള്ള ആ തൃണാവർത്തന്റെ എന്താണ് ആ കഴുത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. നോക്കിയപ്പോഴത്തേക്ക് എന്തായി? ഭഗവാൻ തന്നെ എടുത്തോണ്ട് പോകാനായിട്ട് ഇനി മുകളിലോട്ട് ഉയർന്നതോറും നമുക്ക് എന്താണ് അല്ലെ, നമ്മൾ ഈ മരത്തിലൊക്കെ കയറുമ്പോഴത്തേക്കും നമ്മൾ പരമാവധി ആ പിടുത്തം കൂടും അല്ലെ, നമുക്ക് താഴോട്ട് വീഴാതിരിക്കാനായിട്ട് പിടുത്തം കൂടും എന്ന് പറഞ്ഞ പോലെ ആ തൃണാവർത്തന്റെ കഴുത്തിലേക്ക് ഭഗവാൻ രണ്ട് കൈകളെ കുറിച്ച് അങ്ങോട്ട് പിടിച്ചു. അവിടുന്ന് വിടാൻ ഒട്ടും സാധിച്ചു. അവസാനം
ഈ തൃണാവർത്തന്റെ ഞരമ്പുകൾ മുഴുവൻ പൊടിഞ്ഞറിഞ്ഞു തുടങ്ങി, ശ്വാസം മുട്ടി തുടങ്ങി. ശ്വാസം മുട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി, ഇത്രയും നേരം ഇനി ഭഗവാനെ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് താഴോട്ട് ഇടാം എന്നുള്ള ധാരണയിലാണ് കൊണ്ടുപോയത്. പക്ഷേ തന്റെ കൈകൾ ആ ഭഗവാനെ പിടിച്ചതായിട്ടുള്ള കൈകൾ വിട്ടു, ആ ദേഹം കുടഞ്ഞു, എന്നിട്ടൊന്നും ഒരു മാറ്റവും ഇല്ല. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, തന്റെ അടുത്തേക്ക് വന്നിട്ടുള്ള ആരെങ്കിലും അവരെ പിടിച്ചു കഴിഞ്ഞാല്, ഭക്തന്മാരെ ഭഗവാനെ മാറോട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരിക്കലും ആ ഒരു വലയത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള രീതിയിൽ ഭഗവാൻ അങ്ങോട്ട് ആ പിടുത്തം അങ്ങോട്ട് കൂട്ടി 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 കൊണ്ടുവന്നു എന്ന് പറയാണ്. എന്തായാലും അങ്ങനെ ഭാരം സഹിക്കവയ്യാതെ തന്റെ വേഗത കുറഞ്ഞു, ഇങ്ങനെയുള്ള കല്ലാണ് എന്ന് ധരിച്ച് താഴത്തേക്ക് മറിച്ചിടുവാൻ വേണ്ടി ശ്രമിച്ചതായിട്ടുള്ള ആ ഉണ്ണി കഴുത്തിൽ അങ്ങോട്ട് മുറുക്കെ അങ്ങോട്ട് പിടിച്ചു. അങ്ങനെ ആ പാറക്കല്ലിലേക്ക് ഇടാൻ വേണ്ടിട്ട് കൊണ്ടുപോയതാണ് ഉണ്ണിയെ. അങ്ങനെ ആ മുറുക്ക പിടിച്ച് നേരെ അസുരൻ എന്തോ ഒരു ശബ്ദം ഇങ്ങനെ പുറപ്പെടുവിക്കുന്നുണ്ട്, പക്ഷെ അത് ആർക്കും കേൾക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ കണ്ണും തുറിച്ചുകൊണ്ട് ഒടുവില് എങ്ങനെയാണോ ആ പൂതനയുടെ ദേഹം താഴെ ഭൂമിയിൽ പതിച്ചത്, അതുപോലെ അവിടെ ആ തൃണാവർത്തൻ ഭൂമിയിലേക്ക് അവിടുന്ന് നിലംപതിച്ചു. അപ്പോഴേക്കും ജീവൻ പോയി. കഴുത്ത് പിടിച്ച് ആ ഞെക്കിയാൽ ഉണ്ടാകുന്നതായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ അവിടെ ശാസ്ത്രീയമായിട്ട് അവിടെ ആവിഷ്കരിക്കപ്പെട്ടു എന്ന് പറയണം. തമന്തരീക്ഷാൽ പതിതം ശിലായാം വിശീർണ സർവാവയവം കരാലം പുരം യഥാ രുദ്രശരേണ വിദ്ധം സ്ത്രിയോരുദത്യോദൃശു സമേത. അങ്ങനെ ശ്രീരുദ്രന്റെ അസ്ത്രത്താൽ നിലംപതിച്ചതായിട്ടുള്ള ആ ത്രിപുരന്മാരുടെ നഗരം പോലെ ഒരു പാറപ്പുറത്ത് വീണ് തകർന്ന് ചിന്നിച്ചെതറിയതായിട്ടുള്ള അവയവങ്ങളോട് കൂടിയതായിട്ടുള്ള ഘോര രൂപമായിട്ടുള്ള ആ തൃണാവർത്തനെ മുറവിളിയോടുകൂടി ഗോപസ്ത്രീകളൊക്കെ അവിടുന്ന് നോക്കി. അസുരന്റെ ദേഹത്തിൽ തൂങ്ങിക്കിടക്കുന്നതായിട്ടുള്ള കൃഷ്ണന് യാതൊരുവിധ ക്ഷതവും അല്ലെ, ആ കഴുത്തേൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചുകൊണ്ട് തൂങ്ങിക്കിടക്കുകയാണ് കൃഷ്ണൻ. അവിടെ ആ ഒന്നും സംഭവിക്കാത്തതായിട്ടുള്ള ഗോപികൾ പോലും അവിടുന്ന് അത്ഭുതപ്പെട്ട് നോക്കിപ്പോയി. അവരെ പലപ്പോഴും ഈ ഈശ്വരീയത അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ മായയുടെ ശക്തി കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അപ്പൊ അവര് വേഗം എന്താണ് ആ ഉണ്ണിയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. ആകാശമാർഗത്തിലൂടെ അസുരനാൽ കൊണ്ടുപോയപ്പെട്ട ഉണ്ണിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിതാ അവര് വേഗം ആ കുട്ടിയെ അവിടെ നിന്ന് എടുത്തു, നേരെ യശോദയുടെ അടുത്തേക്ക് കൊടുത്ത് യശോദ ആ ഉണ്ണിക്ക് സ്തന്യപാനത്തിന് വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടങ്ങോട്ട് പോയി. എന്തായാലും ഇവിടെ കിന്നസ്തപശ്ചീർണമഥോക്ഷജാർച്ചനം പൂർത്തേഷ്ടദത്തമുതഭൂത സൗഹൃദം എൽസംബരേദ പുനരേവ ബാലകോ സ്വബന്ധു പ്രണയന്നുപസ്ഥിത. അവിടെ പറയാണ്, ഈ മരിച്ചുപോയതായിട്ടുള്ള കുട്ടി തന്റെ ബന്ധുക്കളെ സന്തോഷിപ്പിച്ചുകൊണ്ട് വീണ്ടും എങ്ങനെയാണോ എത്തിച്ചേരുന്നത്, അതുപോലെ ഒരു സൗഭാഗ്യം കിട്ടിയതുപോലെയാണ് ഇന്ന് ഗോപികമാരൊക്കെ ആ ഉണ്ണിയെ എടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആനന്ദ കണ്ണീരാണ് അവിടെ. അവർക്ക് ആ ഉണ്ണിക്കൊന്നും പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം, മരിച്ചുപോയതായിട്ടുള്ള ഒരു കുട്ടിയെ തിരിച്ചു കിട്ടുന്ന ഒരു സന്തോഷത്തോടു കൂടി അവര് എന്തൊക്കെ അവിടെ തപസ്സുകളാണ്. പൂർത്തേഷ്ടം ദത്തം ഉത ഭൂതസൗഹൃദം തപസ്, അതുപോലെ വിഷ്ണു പൂജ, പിന്നെ ഈ പൂർത്തം എന്ന് പറഞ്ഞാല് ധർമ്മസ്ഥാപനങ്ങള്, അതായത് തണ്ണീർപ്പന്തലുകളും പൊതു കിണറുകളൊക്കെ ഉണ്ടാക്കുക, അതുപോലെ യജ്ഞങ്ങള്, ദാനങ്ങള്, ഇതൊക്കെ അവിടെ ജന്തുക്കളോടുള്ള ഒരു സൗഹൃദ ഭാവം കൊണ്ട് അവിടെ എന്തൊക്കെ ചെയ്തപ്പെട്ടിട്ടുണ്ടോ അതുകൊണ്ടൊക്കെയുള്ള ഒരു അനുഭവം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ അവര് പറഞ്ഞു. എന്തായാലും ആ ഉണ്ണിയെ ദൃഷ്ട്വാത്ഭുതാനി ബഹുശോ നന്ദഗോപോ ബൃഹദ്വനെ വസുദേവ വചോ ഭൂയോ മാനയാമാസ വിസ്മിത. എന്തായാലും ആ നന്ദഗോകുലത്തില് പ്രകാരം അനേകം അത്ഭുത കർമ്മങ്ങളൊക്കെ കണ്ടതായിട്ടുള്ള നന്ദഗോപര് വസുദേവരുടെ ആ ഒരു പ്രവചനം അല്ലെ, അന്ന് കരമടയ്ക്കാൻ പോയ സമയത്ത് വസുദേവർ പറഞ്ഞതായിട്ടുള്ള ആ ഒരു പ്രവചനം ബഹുമാന പുരസ്സരം അവിടുന്ന് ഒന്ന് ആലോചിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഏകദാത്ഭകമാദായ സ്വാംഗമാരോപ്യ ഭാമിനി പ്രശ്നുതം പായയാമാസ സ്തനം സ്നേഹപരിപ്ലുത. എന്തായാലും ഈ ഉണ്ണി ഇങ്ങനെ പല സമയത്ത് തന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള ഉണ്ണിയെ ഒന്ന് ആനന്ദിക്കുവാനായിട്ട് ഉണ്ണിയെ ഇനി എങ്ങും എവിടെ വിടുന്നില്ല.
എന്നാണ് യശോദാമ്മ എപ്പോഴും ആ ഉണ്ണിയെ എടുക്കുമ്പോ തോന്നുക, ഇനി ഒരു ഈ ബ്രഹ്മാനന്ദത്തിൽ എനിക്ക് ഇരുന്നാൽ മതി, ഈ ജീവിതം മുഴുവൻ ഈ ഉണ്ണിക്ക് സ്തന്യം കൊടുത്തുകൊണ്ടും ഉണ്ണിയുടെ ആ ഒരു മുഖകമലത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ എന്റെ ജീവിതം കളയാം. കാരണം ആ സമയത്ത് വേറെ ഒന്നും അവിടെ ചിന്ത വരുന്നില്ല അവിടെ യശോദാമ്മയ്ക്ക്. എന്തായാലും ആ ഉണ്ണിയെ എടുത്തു, ആ മടിയിലേക്ക് അങ്ങോട്ട് ഇരുത്തി, ദാ ആ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കി, കുറച്ചു നേരത്തേക്ക് ധ്യാനിച്ചു. കുറച്ചു നേരത്തേക്ക് എന്തായി, എന്നാ ഇനി ഉണ്ണിക്ക് സ്തന്യം കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ ആ പാൽ ചുരന്നു വരുന്നതായിട്ടുള്ള ദാ ആ സ്തന്യങ്ങള് ഉണ്ണിയുടെ വായിലേക്ക് അങ്ങോട്ട് എടുത്തു വെച്ചു. ഏതാണ്ട് കുറച്ച് നേരമൊക്കെ ആദ്യം സ്വീകരിച്ചെങ്കിലും അങ്ങനെയാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ഭക്തന്മാര് അല്ലെ ഭഗവാനായിട്ട് കൊണ്ടുവരുന്നത് അങ്ങോട്ട് ആദ്യം സ്വീകരിക്കും. പക്ഷെ വീണ്ടും വീണ്ടും അങ്ങോട്ട് തയ്യാറായാലോ, അപ്പൊ ചെറിയൊരു മതം ഉണ്ടോ എന്ന് സംശയമുണ്ട്. എന്ന് പറഞ്ഞാലാണ് യശോദാമ പോര ഉണ്ണി, കുടിക്കണം കുടിക്കണം എന്നുള്ള രീതിയിലേക്ക് അങ്ങോട്ട് തന്നപ്പോഴത്തേക്കും ഉണ്ണിക്ക് വേണ്ട എന്നുള്ളൊരു അവസ്ഥ. ഇതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. കൊടുക്കാൻ വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് വലിയ ഭാവ. പിന്നെ അവർക്ക് ഓരോ കളികളും എന്താണ് യശോദാമയുടെ ആ മേല് മാറത്ത് എന്താണ് ചൊറിയുക, വലിക്കുക, ഇങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള ഓരോ രീതിയില് ആ യശോദാമ അതില് ആ ഉണ്ണി അതിൽ നിന്നൊക്കെ പിന്മാറി അവിടുന്ന്. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഉണ്ണി എന്ത് ചെയ്തു, കുറച്ചു നേരത്തേക്ക് അപ്പൊ ഇപ്പം കുളിച്ച് നല്ല കുട്ടപ്പനായി എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി എന്നാ ഒന്ന് അമ്മയെ ഒന്ന് എന്താണ് ഈ ഇത്രയും ഒക്കെ കണ്ടിട്ടും അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല, ഒന്നുകൂടി ആ യശോദാമയ്ക്ക് ഒരു അനുഗ്രഹം കൊടുത്തേക്കാന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്തു, പ്രീതപ്രായസ്യ ജനനീസാതസ്യ രുചിരസ്മിതം മുഖം ലാളയതി രാജജൃംഭതോ ദൃശേ ഇതം. ആ ഉണ്ണി കുടിക്കൂ കുടിക്കൂ ഉണ്ണി, എനിക്ക് അമ്മയ്ക്ക് ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ധൃതി കൂട്ടിയപ്പോഴത്തേക്കും എന്തായി, അയ്യോ ഉണ്ണിക്ക് ഉറങ്ങാറായി എന്നുള്ള രീതിയിൽ ഒന്ന് കോട്ടുവായി ഇട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഉണ്ണി ഒന്ന് കോട്ടുവായിട്ട സമയത്ത് എത്ര പല്ല് വന്നു എന്ന് നോക്കണ്ടേ. ഇടയ്ക്കൊക്കെ ഈ കോട്ടുവായ ഇടുമ്പോഴൊക്കെ കാണാൻ സാധിക്കുള്ളൂ ഉണ്ണിയുടെ വായിലെ പല്ല്. അപ്പൊ നോക്കി ആ വായിലെ പല്ല് നോക്കുവാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ജൃംഭതോ ദൃശേതം, അവിടെ കോട്ടുവായ ഇടുന്ന സമയത്ത് എന്താണ് അവിടെ യശോദാമ കണ്ടത്, ഘംരോദസി ജ്യോതിരനീകമാശ സൂര്യന്ദുവന്നീശ്വസനാം ബുധീംശ്ച ദ്വീപാന്നഗാന്തദ്ദുഹിതുർവനാനി ഭൂതാനി യാനി സ്ഥിരജംഗമാനി. ആവൂ, എന്താ യശോദാമ കണ്ടത്? ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ ഒന്നും മനസ്സിലാകുന്നില്ല. ആകാശം, ഭൂമി, അന്തരീക്ഷം, അതുപോലെ തന്നെ നക്ഷത്ര മണ്ഡലങ്ങള്, ദിക്കുകള്, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, വായു തുടങ്ങിയതാണ്, സമുദ്രം, ദ്വീപുകള്, പർവ്വതങ്ങള്, അവയിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ടുള്ള നദികള്, ഇങ്ങനെ ഈ ലോകത്ത് ഉള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ എല്ലാം എന്തൊക്കെയുണ്ടോ അവയെല്ലാം ആ ഉണ്ണിയുടെ വായിൽ നിന്ന് കാണാൻ സാധിച്ചു അമ്മയ്ക്ക്. യശോദ വല്ലാണ്ട് അങ്ങോട്ട് ഭയചകിതരായി. നേരെ രോഹിണിയെ വിളിച്ചു. രോഹിണി, എന്താ ഈ ഉണ്ണിയുടെ വായിൽ നിന്ന് ഞാൻ കാണുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആ യശോദ അങ്ങോട്ട് വല്ലാണ്ട് അത്ഭുതപ്പെട്ട് അങ്ങോട്ട് നിന്നുകൂടെ. അപ്പൊ അന്നത്തെ സമ്പ്രദായത്തിലൊക്കെ ഈ എല്ലാവരും ഉണ്ണികൾക്ക് മുല കൊടുക്കുക അല്ലെങ്കിൽ സന്നിധാനം ചെയ്യുക എന്നുള്ള രീതിയുണ്ട്. രോഹിണി ചോദിച്ചു, എന്താ ഏടത്തി പറ്റിയത്? എന്താണെന്നറിയില്ല, ആ ഉണ്ണിയുടെ എന്താണ് വായിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സർവ്വ ലോകങ്ങൾ മുഴുവൻ എന്നെ പോലും ഈ അമ്പാടി കാണുന്നു, ആ യശോദയെ കാണുന്നു എന്നുള്ള രീതിയിൽ എല്ലാം കണ്ട് എന്തോ ഒരു ഭയം. കാരണം ഇനിയൊരു വിസ്തരിച്ചൊന്ന് കാണിക്കാനിരിക്കുകയാണ് ഭഗവാൻ. അതിനു മുമ്പ് ഒരു ട്രയൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. എന്താണ് അമ്മയുടെ ഭാവം എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. രോഹിണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കും ഒന്ന് കാണണമല്ലോ എന്നുള്ള രീതിയിൽ ആ ഉണ്ണിയെ എടുത്ത് അങ്ങോട്ട് മടിയിലേക്ക് അങ്ങോട്ട് വെച്ചു. മടിയിലേക്ക് വെച്ചിട്ട് കുറച്ചു നേരമൊക്കെ ആ മുഖത്തേക്കൊക്കെ അപ്പോഴെന്തായി, അപ്പൊ ഭഗവാൻ അങ്ങോട്ട് കണ്ണൊക്കെ അങ്ങോട്ടൊന്ന് ഇതായി ഉറങ്ങി എന്നുള്ള രീതിയിൽ. കാരണം എന്താണ്, അമ്മയ്ക്ക് കൊടുക്കുന്ന അനുഗ്രഹം, യശോദാമ്മയ്ക്ക് കൊടുക്കുന്ന അനുഗ്രഹം അത് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കണ്ണടയ്ക്കാൻ വേണ്ടൊക്കെ തുടങ്ങി. എന്നിട്ടോ അപ്പം രോഹിണി പതിവ് പോലെ താൻ എപ്പോഴും സ്തന്യം കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ ചെയ്യാറ് അതുപോലെ തന്നെ ആ മുഖാവിൽ ചുംബിച്ചു. ആ താമര കണ്ണുകളിലേക്കൊന്ന് നോക്കി, ആ മുഖത്തേക്കൊക്കെ നോക്കി, ആ യശോദാമ്മയ്ക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരു ധ്യാനം അതാ ആ രോഹിണിയും അത് ആസ്വദിച്ചു. അത് കഴിഞ്ഞിട്ട് പാല് കൊടുക്കാനുണ്ട്. കണ്ണാ വാ തുറക്കൂ, വാ തുറക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അവിടെ വാ തുറക്കുന്നില്ല. അവിടെ കോട്ടുവായിട്ടെങ്കിലും അമ്മയുടെ മുമ്പിൽ വാ തുറന്നു. പക്ഷെ ഇവിടെ ആ രോഹിണിയുടെ മുമ്പില് വാ തുറക്കാൻ സമ്മതിച്ചില്ല. എന്നിട്ട് എന്ത് ചെയ്തു, ഇപ്പൊ രോഹിണി പറഞ്ഞു, അങ്ങനെയാണ് എനിക്കും കാണണമല്ലോ എന്നുള്ള രീതിയിൽ ആ തന്റെ വിരലുകൊണ്ട് ആ രണ്ട് ചുണ്ടുകളുടെയും ഇടയിലൂടെ അങ്ങോട്ട് കൈ അങ്ങോട്ട് ഇട്ടു. കൈ അങ്ങോട്ട് ഇട്ട്
നോക്കി കഴിയുമ്പോഴത്തേക്കും എന്താണ് ഒന്നും അവിടുന്ന് ആ വാ തുറക്കാൻ വേണ്ടി ചെയ്യുന്നത്. എന്നാ ഇന്ന് നിന്റെ വാ ഇന്ന് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഒന്നുകൂടി അങ്ങോട്ട് ചേർത്തങ്ങോട്ട് വെച്ചപ്പോഴത്തെ എന്തായി, ഭഗവാൻ ആ രണ്ട് ചെറിയ പല്ലുകളെ കൊണ്ട് അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് വിളിച്ചു. അയ്യോ എന്ന് പറഞ്ഞു രോഹിണി. അപ്പൊ പറഞ്ഞു, യശോദ നീ കണ്ടതുപോലെ തന്നെ ഞാനും പല ലോകങ്ങൾ ഞാനും കണ്ടു എന്ന് പറഞ്ഞു. പക്ഷെ നീ കണ്ടതുപോലെ അല്ലാതെ മാത്രമേ ഉള്ളൂ. ഇനി മേലിൽ ഇങ്ങനെ ഈ ശുദ്ധ അബദ്ധങ്ങളൊന്നും പറഞ്ഞ് തന്നെ ഭ്രമിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ആ രോഹിണി യശോദയെ അവിടുന്ന് കുറ്റപ്പെടുത്തി. ഇതാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ കാരുണ്യം. അത് വാത്സല്യം, ആ മാതൃവാത്സല്യം കൊടുക്കുന്നതായിട്ടുള്ള അമ്മയ്ക്ക് കൊടുത്തതായിട്ടുള്ള ഒരു അനുഗ്രഹം മറ്റൊരമ്മയ്ക്കും മക്കള് കൊടുക്കാൻ മറ്റുള്ളവർക്ക് അവകാശപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു മാതൃപുത്ര ബന്ധത്തെ നമുക്ക് അവിടെ കാണിച്ചു തരികയാണ് യഥാർത്ഥത്തിൽ. അല്ലെ, എത്രയൊക്കെ ആയാലും മക്കൾക്ക് അമ്മയോടുള്ള ഒരു സ്നേഹം, അമ്മയ്ക്ക് മക്കളോടുള്ള ഒരു സ്നേഹം, അത് വേറെ എത്ര ആര് പരിശ്രമിച്ചു കഴിഞ്ഞാലും അതൊരിക്കലും ഉണ്ടാവില്ല. അമ്മയ്ക്കുള്ള കൊടുക്കാനുള്ളത് അത് അമ്മയ്ക്ക് തന്നെ ഉള്ളതാണ് എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കും എന്നുള്ള ആ ഒരു യശോദയുടെ ഈ ഒരു പരിഭ്രാന്തി എങ്ങനെ ശമിച്ചു എന്ന് കാണിക്കുന്നതായിട്ടുള്ള ഒരു ശ്ലോകമാണ് യഥാർത്ഥത്തില് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ആ യശോദ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഏ അമ്മേ, പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃ. അതുകൊണ്ട് ബ്രഹ്മഭാവത്തിലും എന്നെ ഇടയ്ക്കൊക്കെ കാണണം അമ്മേ എന്നുള്ള ഒരു സൂചനയാണോ ഭഗവാൻ ഈ കാണിച്ചു കൊടുക്കുന്നത്? അറിയില്ല. ഇനിയോ, ഇത് കഴിഞ്ഞാൽ വീണ്ടും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു രൂപം. ഇനി ആ സമയത്ത് അമ്മ ഇനി ബോധം കെട്ട് വീഴാതിരിക്കാൻ വേണ്ടിയാണോ ഇപ്പം ഇത് കാണിച്ചു കൊടുത്തത്? അറിയില്ല. എന്തായാലും നമുക്ക് അങ്ങനെ ആ ഉണ്ണിയുടെ ആ ചെറിയ വായുകളിൽ നിന്നും ഇതെല്ലാം കണ്ട് യശോദ വല്ലാണ്ട് പേടിച്ചു. എന്തായാലും ആ മാൻകുട്ടിയുടെ കണ്ണുകളെ പോലെയുള്ള ആ നേത്രങ്ങള് വല്ലാണ്ട് വിറങ്ങലിച്ചു. ഉടനെ കണ്ണുകള് രണ്ടും അവിടുന്ന് അടച്ചു. അവിടുന്ന് എന്തായാലും ആ ഒരു ലീലയോടുകൂടിയാണ് 7ാമത്തെ അധ്യായം അവിടെ അവസാനിക്കുന്നത്. പിന്നീട് ഭഗവാന്റെ നാമകരണങ്ങളൊക്കെയാണ് അടുത്ത അധ്യായത്തിൽ. നമുക്കത് നാളെ അനുസ്മരിക്കാം. ഇപ്പൊ ഭാഗവത പാരായണത്തിലേക്ക് കിടക്കാം. ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.